ഇന്നലെ വൈകുന്നേരം ഞാനൊരു പായസം ഉണ്ടാക്കി. ഇൻസ്റ്റൻറ്റ് ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു പായസം. കുറച്ച് ദിവസം ഇത് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കണേട്ടോ. ഇതിനകത്ത് നമുക്ക് കരിക്കിൻ്റെ പീസും ചവ്വരിയൊക്കെ ഉണ്ട് കേട്ടോ. ഡബിൾ ഹോഴ്സിൻ്റെ ടെൻഡർ കോക്കനട്ട് എന്ന് പറയുന്ന ഈ പായസം കേട്ടോ. ചവ്വരിയും പിന്നെ തേങ്ങയുടെ കരിക്കില്ലേ അതൊക്കെ കിട്ടും കേട്ടോ. ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല തേങ്ങയുടെ മണമാണേ. 1.5 ലിറ്റർ പാല് തിളച്ചതിനകത്തോട്ട് ഇത് ഇട്ടിട്ടുണ്ട്. അതാണ് അവർ പറഞ്ഞേക്കണ മെഷർമെൻറ്റ്. സംഭവം ഓക്കെയാണ്, പക്ഷേ നമ്മുടെ സാധാ ചവ്വരി പോലെ അല്ല കേട്ടോ, നല്ല ചെറുതാണ്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഇത്തിരി കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഒരാൾക്കൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റെങ്കിലും മേടിക്കേണ്ടി വരും. അപ്പോൾ ആ കാണുന്നത് ചവ്വരി, പിന്നെ കുറച്ച് ഈ കരിക്കിൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ. 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ആവുമ്പോഴേക്കാണ് സംഭവം സെറ്റാവും. പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മൂടി വെക്കേണ്ടത്. അപ്പോൾ ആ ചൂടിലിരുന്ന് ഒന്നും കൂടി അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടും. ഇത് തണുപ്പിക്കാതെ കഴിക്കാമെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് തണുപ്പിച്ചിട്ട് കഴിക്കണതാണ് കേട്ടോ. വേറെ മധുരമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഇത് പായസം എന്നാണ് അതിനകത്ത് പറയുന്നത്, പക്ഷേ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു പുഡിംഗ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. പായസം ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ അരികെ പഠിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ ഇത്തും കൂടി പഠിക്കണേനെ.